യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് ചോദിച്ചതായ ഒരു ചോദ്യം, അതിന് യേശുക്രിസ്തു പറഞ്ഞതായ മറുപടി. യേശുക്രിസ്തുവിനോട് അവർ ചോദിച്ചു, കർത്താവെ, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. ഇത് നമ്മളുടെയും കൂടെ ചോദ്യമാണ്. ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ പിൻഗമിക്കുമ്പോൾ, ഞങ്ങൾ ആത്മീകമായ ദൈവരാജ്യത്തിൽ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? അവർ വാസ്തവത്തിൽ പ്രതീക്ഷിച്ചത് ഈ ലോകത്തിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് മാത്രമാണ്. യേശുക്രിസ്തു അതിനെക്കുറിച്ചും അവരോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് വരാൻ പോകുന്നതായ പ്രതിഫലത്തെക്കുറിച്ചും യേശു സംസാരിച്ചു. അതുവഴി കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിൽ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ കുറച്ചു നാൾ കൂടെ ഉള്ളൂ എന്നും, നമ്മൾ എല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും, അതുകൊണ്ട് തന്നെ നിത്യതയുടെ പ്രതീക്ഷയിൽ, അതേ പെർസ്പെക്റ്റീവിൽ, അതേ വീക്ഷണത്തിൽ നമ്മൾ ജീവിക്കണമെന്നും യേശു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നിത്യതയുടെ ആ പെർസ്പെക്റ്റീവില്, ആ വീക്ഷണത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലും അതേപോലെ തന്നെ നിത്യതയിലും കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ളവരായിരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്തകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള സന്ദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് ആ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ അനുഗ്രഹപ്രദമായി തീരും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും നമുക്ക് നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനെക്കുറിച്ച് അറിയേണ്ടത്? കാരണം അങ്ങനെയുള്ള ഒരു പ്രതിഫലം നമുക്ക് മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ആത്മീയമായും ആത്മീയ ദൈവരാജ്യത്തിൽ വളരെ സന്തോഷത്തോടെയും വളരെ പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടെ നമുക്ക് ജീവിപ്പാൻ ഇടയായിത്തീരും. നിർഭാഗ്യവശാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പല ആളുകളും അവർ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നതായ പ്രതിഫലത്തെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് അവർക്ക് ഒട്ടും നിശ്ചയമില്ല എന്നുള്ളതാണ്. അങ്ങനെ നിശ്ചയമില്ലാത്തതായ അവസ്ഥ അവർക്ക് ഈ ഭൂമിയിൽ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ വളരെ വിരസത തോന്നുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് മാത്രമല്ല, അവർ മടുത്തു പോകുവാനും ഇടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ദൈവദാസന്മാർ, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് തുടങ്ങിയതായ ദൈവദാസന്മാർ, അവർ എപ്രകാരമാണ് നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ, നിത്യതയുടെ വീക്ഷണത്തിൽ അവർ ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എപ്രകാരം അങ്ങനെ ജീവിപ്പാൻ കഴിയുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം ലഭിപ്പാനിടയായി തീരുന്നു. ഞാൻ ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങളെ കൂടുതൽ നിത്യതയിലേക്ക് ഒരുക്കുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ധൈര്യപ്പെട്ട് കൂടുതൽ ഉന്മേഷത്തോടെ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടി ചിന്തിക്കുന്നത് നീതിയുടെ കിരീടം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ജീവകിരീടം നമ്മൾ പ്രാപിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം ഏതായിരുന്നു? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ ആത്മീയ രാജ്യത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ധാരാളം പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷയെ ഞാൻ വിജയപ്രദമായി അഭിമുഖീകരിക്കുമ്പോൾ, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതായ പോക്കുവഴിയിലൂടെ ഞാൻ രക്ഷ പ്രാപിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഒരു ജീവകിരീടം സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആ വളരെ പ്രധാനപ്പെട്ട സത്യം. ഇത് നമ്മൾ നീതിയുടെ കിരീടം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോസ്തലൻ പൗലോസ് തന്റെ ലേഖനങ്ങളുടെ പരിസമാപ്തിയായി എഴുതുന്ന ഒരു ലേഖനമാണ് 2 തിമോഥെയോസ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്റെ അവസാന ലേഖനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ താൻ ഇവിടെ രേഖപ്പെടുത്തുക.
ആ ചിന്ത എന്ന് പറയുന്നത് തൻ്റെ ജീവിതം തീരാറായി, അഥവാ തനിക്ക് നേരിടാൻ പോകുന്നതായ വലിയൊരു പ്രതികൂലത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ ജീവിതം താമസമിന ഈ ഭൂമിയിൽ അവസാനിക്കും എന്നുള്ള ചിന്തകൾ പങ്കിട്ടുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പൊരുതു, കഴിഞ്ഞ നാളുകളിലൊക്കെയും ഞാൻ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തു, അതേപോലെ തന്നെ എൻ്റെ ജീവിതം ഞാൻ വിജയപ്രദമായി പൂർത്തീകരിച്ചു, ഞാൻ വിശ്വാസം കാത്തു, അതായത് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എനിക്ക് നൽകിയതായ വിശ്വാസം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം, അവയെല്ലാം തന്നെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. പിശാച് ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞില്ല എന്നുള്ള ചിന്തകളൊക്കെ അപ്പോസ്തലൻ പൗലോസിന്റെ മനസ്സിൽ വന്നിട്ട് പൗലോസ് പറയുന്നു, ഇനി എനിക്ക് ലഭിക്കാനുള്ളത് നീതിയുടെ കിരീടമാണ്. അത് വളരെ ഇമിനന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, നീതിയുടെ കിരീടം എന്നുള്ളതായ ആ വലിയ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ നീതിയുടെ കിരീടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ കിരീടങ്ങൾ എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കിരീടങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് രാജകീയ കിരീടം, അതായത് രാജാക്കന്മാർ അണിയുന്നതായ കിരീടം. രണ്ടാമത്തെ കിരീടം എന്ന് പറയുന്നത് വിജയ കിരീടം, ജയത്തിന്റെ കിരീടം, അഥവാ ജയിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ട്രോഫി അഥവാ കിരീടം എന്നുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും അപ്പോസ്തലൻ പൗലോസ് ഇവിടെ വിജയ കിരീടത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ അപ്പോസ്തലന്മാരുടെ ഒക്കെ കാലത്താണ് ആദ്യത്തെ ഒളിമ്പിക്സ് ഏതൻസിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളമായ കാര്യങ്ങൾ ഈ ഒളിമ്പിക്സിനെ കുറിച്ചും അന്ന് നടന്ന സ്പോർട്സ് ഇവന്റുകളെ കുറിച്ചും അവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനത്തിൽ പലവട്ടം അത് നെടിലിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. താൻ ബോക്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അത്ലറ്റിക്സിനെ കുറിച്ച് താൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പല സ്പോർട്സ് ഇനങ്ങളെയും കുറിച്ച് ആത്മീയമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് സംസാരിക്കുന്നുണ്ട്. ഇവിടെയും അതിന്റെ ഒരു സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ഇവിടെ അത്ലറ്റിക്സിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് താൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഇനി ഈ ഓട്ടം ഓടുന്ന അത്ലറ്റിക്സിന് കൊടുക്കുന്നതായ കിരീടം താൻ കണ്ടിട്ടുണ്ട്. അന്ന് പലപ്പോഴും ഒലിവിലകൾ കൊണ്ടുള്ള കിരീടമായിരുന്നു ആളുകൾ വെച്ചിരുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത്. ആ കിരീടത്തെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കും, അഥവാ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ പോർ പൊരുതുന്നവരായ, ഓട്ടം തികയ്ക്കുന്നവരായ തൻ്റെ ഭക്തന്മാർക്കും കിരീടങ്ങളെ ദൈവം കൊടുക്കുന്നു എന്നുള്ള ആ വലിയ അർത്ഥത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ കിരീടം എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് സ്റ്റെഫാനോസ് എന്നൊരു വാക്കാണ്. നമുക്കറിയാവുന്ന പോലെ ഈ അപ്പോസ്തലൻ പൗലോസ് താൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശൗൽ എന്ന നാമധേയത്തിൽ താൻ അന്നുള്ള ക്രിസ്ത്യാനികൾക്ക്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് വളരെ എതിരായിരുന്നു. അനേകരെ കൊല്ലിക്കുകയും ചെയ്തതായ ഒരു മനുഷ്യനായിരുന്നു. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സ്തെഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിന്ന, അതിന് ഡയറക്ഷൻ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പൗലോസ് എന്ന് പറയുന്നത്. എന്നാൽ അതേ പൗലോസ് അതേ വാക്കുപയോഗിച്ചുകൊണ്ട് ഗ്രീക്കിൽ താൻ പറയുന്നു, എനിക്ക് വേണ്ടി ഒരു സ്റ്റെഫാനോസ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു, അഥവാ എനിക്ക് വേണ്ടി ഒരു കിരീടം വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ അപ്പോസ്തലൻ പൗലോസിന്റെ മനസ്സിൽ ആ സമയത്ത് ഈ സ്റ്റെഫാനോസിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അപ്പോസ്തലൻ പൗലോസിന് ഉറപ്പുള്ളതായൊരു വിഷയം, എനിക്ക് വേണ്ടി ദൈവം നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെയുണ്ട്. അല്പം ദിവസം കൊണ്ട് കഴിയുമ്പോൾ റോമിൽ വെച്ച് അപ്പോസ്തലൻ പൗലോസിന്റെ ശിരച്ഛേദം ചെയ്യുകയാണ്. താൻ അവിടെ കൊല്ലപ്പെടുകയാണ്. അതേ സ്തെഫാനസിനെ പോലെ അവനും ഒരു രക്തസാക്ഷിയായി മാറുകയാണ്. ആ രക്തസാക്ഷിയായി മാറുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് താൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഈ ലോകത്തിനുമ്പാകെ ഞാൻ ശിക്ഷിക്കപ്പെടുന്നു. തെറ്റായ ആരോപണങ്ങളുടെ പേരിൽ റോമൻ ഗവൺമെന്റ് എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി റിവാർഡുകൾ, അതേ അവാർഡുകൾ, പ്രതിഫലം, എനിക്ക് സമ്മാനം, എനിക്ക് കിരീടം നൽകുന്നതായ ഒരു ചടങ്ങൂടെ കടന്നു വരാൻ പോകുന്നു. അപ്പോൾ ഒരിക്കലും ഈ ഭൂമിയിൽ കർത്താവിന്റെ നാമനിമിത്തം താൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നതായ ശിക്ഷകളെ ഓർത്തല്ല അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ആയിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ അത് തന്നെയേ ചിന്തിക്കത്തുള്ളായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ചിന്തിക്കുന്നത് തനിക്ക് വരാൻ പോകുന്ന ഈ ലോക ഗവൺമെന്റുകൾ നൽകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചല്ല, മറിച്ച് താൻ പ്രാപിക്കാൻ പോകുന്ന ആ നീതിയുടെ കിരീടത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നു. അടുത്തത്, ഈ നീതിയുടെ കിരീടത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഏതൊരു സ്പോർട്സ് ഐറ്റം ആണെങ്കിലും അതിനെല്ലാം തന്നെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്.
ജയിക്കുക എന്ന് പറയുന്നത് കേവലം ഒന്നാമത് എത്തുക മാത്രമല്ല, ആ സ്പോർട്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായിട്ട് അനുസരിക്കുന്നവർക്ക് മാത്രമേ കിരീടം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലും. നമ്മൾ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായ നിയമങ്ങളെ, വചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമെങ്കിൽ മാത്രമേ നീതിയുടെ കിരീടം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനർത്ഥം ദൈവം നമ്മളുടെ പ്രവൃത്തികളെ നീതിയായി കണക്കിട്ടുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് അന്ന് നിത്യതയിൽ അവൻ നമ്മെ ബഹുമാനിക്കും എന്നുള്ള അർത്ഥമാണ് നീതിയുടെ കിരീടം എന്നുള്ള ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ദൈവവചന പ്രകാരവും ദൈവം നമുക്ക് നൽകിയതായ റൂൾസ് ദൈവവചന പ്രകാരം ജീവിക്കുമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ തക്കതായ ബഹുമാനവും അതേ ആ ദൈവത്തിൻ്റെ പുകഴ്ചയും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേവലം ഓടുക എന്നുള്ളതല്ല, നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ദിവസത്തെ വചനധ്യാനത്തെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അടുത്ത ദിവസത്തെ വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ദൈവവചനം പാലിച്ചും ദൈവവചന പ്രകാരം ജീവിച്ചും കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായ അതേ ഈ നീതിയുടെ കിരീടത്തിന് വേണ്ടി ആ ഉറപ്പോടുകൂടെ പൗലോസിനെ പോലെ ഉറപ്പുള്ളവരായി തീരുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. അതേ, ഈ വചനപ്രകാരം നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. കർത്താവ് നമ്മെ ബഹുമാനിക്കും, കർത്താവ് നമ്മെ ഉയർത്തും. അന്ന് നമ്മൾ ഓരോരുത്തരും പുകഴ്ചയ്ക്ക് പാത്രമായി തീരുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം. കൂടുതൽ ദൈവവചന പഠനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.